ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അച്ചായത്തീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മൂന്നാറിലെ വീഡിയോ ഇട്ടതിന് ശേഷം അതിൻ്റെ ബാക്കി ഭാഗം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഇച്ചിരി ഡിലേ ആയിപ്പോയി. നമ്മളിപ്പോൾ വട്ടവടയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. വട്ടവടയിലെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്നിപ്പോൾ ഷെയർ ചെയ്യുന്നത്. കണ്ടോ, നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. ഇടുക്കി ജില്ലയിൽ മൂന്നാറിന് അടുത്ത് കിടക്കുന്ന ഒരു കിടിലം സ്ഥലമാണ് വട്ടവട. പിന്നെ ഇതൊരു കാർഷിക ഗ്രാമം കൂടിയാണ്. പിന്നെ ഞാൻ ഈ വീഡിയോ എല്ലാം പാടുപെട്ട് പിടിച്ച് എഡിറ്റ് ചെയ്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ അധികം വ്യൂസ് ഒന്നും കിട്ടുന്നില്ല, എല്ലാവരും മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എന്നാലേ നമ്മുടെ ചാനൽ മുമ്പോട്ട് പോകത്തുള്ളൂ. പിന്നെ നമ്മുടെ വീഡിയോ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ആ ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ കാണുന്നതാണ് നമ്മൾ വട്ടവട സ്റ്റേ ചെയ്യാനായിട്ട് എടുക്കുന്ന റിസോർട്ട്. പിന്നെ വട്ടവട വരുന്നവർക്കൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടാണിത്. നല്ല കാം ആൻഡ് ക്വയറ്റ്, നല്ലൊരു ഏരിയ ആയിരുന്നു. എല്ലാം കൊണ്ടും നല്ല റിസോർട്ടാണിത്. പിന്നെ മൂന്നാറിലെ ക്ലൈമറ്റ് നല്ല തണുപ്പായിരുന്നു, നല്ല അടിപൊളിയാണ്. പിന്നെ ഈ റിസോർട്ടിലോട്ട് ഇറങ്ങി വരുന്ന വഴി ഒരു ചെറിയ ഓഫ് റോഡായിരുന്നു. ആ ഒരു ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മൂന്നാറിലെ വട്ടവടയിലെ നേച്ചർ കാസ്റ്റ് റിസോർട്ടിലാണ്. അവിടുത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഊഞ്ഞാലിരുന്ന് ആടാം. പഴയകാലത്തെ വീടിൻ്റെ സ്റ്റൈലാണ്, പക്ഷെ നല്ല അടിപൊളിയാണ്. നല്ല വൈബാണ് ഇവിടെ. നല്ല വ്യൂ ആണ്. നല്ല ക്ലീൻ ആൻഡ് നീറ്റ്, നല്ല വൈബാണ് ഇവിടെ. കണ്ടോ, നല്ല സീനറി ഒക്കെയാണ്, അടിപൊളിയാണ്. ഈ വീട്ടിലെ താമസമൊക്കെ അടിപൊളിയാണ്. ഇവിടെ ഒരു ഹട്ടൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ അപ്പുറത്തും ഉണ്ട്. ഇതുപോലെ തന്നെ 1-2 വീടുകൾ. ഈ കോട്ടേജിന് 2 ബെഡ്റൂമാണുള്ളത്, 2 ടോയ്ലറ്റും. ഇതാണ് അടുത്ത ബെഡ്റൂം. അങ്ങനെ 2 ബെഡ്റൂമാണുള്ളത്. തടിയുണ്ടൊക്കെയുള്ള ബെഡ്റൂമാണ്. മച്ചും പഴയകാലത്തെ അറയും നിരയും പെരയുടെ രീതിയിലുള്ള റൂമാണ്. ഒരു കബോർഡുണ്ട്. എല്ലാം പഴമയെ എടുത്ത് കാണിക്കത്തക്ക രീതിയിലുള്ളൊരു വീടാണ് ഇത്. കണ്ടോ, പഴയ കാലത്തെ സ്വിച്ചുകളും എല്ലാം പഴയ കാലത്തെ രീതിയിൽ തന്നെയാണ് ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വട്ടവടയിലുള്ള നേച്ചർ കാസ്റ്റ് റിസോർട്ടിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഇവിടെ ആഡ് ചെയ്തേക്കാം. ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഇട്ടത് നല്ല വൈബാണോ. ക്യാമ്പ് ഫയർ നടത്താൻ പോവാണ്. അതിന് വേണ്ടിയിട്ടുള്ള തീയൊക്കെ കത്തിച്ചിരിക്കുവാണ്. ക്യാമ്പ് ഫയർ റെഡി ആയിരിക്കുന്നു. കണ്ടോ,
രാത്രിയിലെ ക്യാമ്പ് ഫയർ കഴിഞ്ഞു, അടിപൊളിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നല്ല മഞ്ഞ് മൂടിക്കിടക്കുന്നുണ്ട്, കോട മൂടിക്കിടക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. നല്ല തണുപ്പുണ്ട്, ഒരു രക്ഷയില്ല, നല്ല സീനറി ആയിരുന്നു. നോക്കിയാൽ കാണുന്നതൊക്കെ അടിപൊളിയാണ് കേട്ടോ. താമസവും നല്ല സൂപ്പറായിരുന്നു. ഈ കാണുന്ന വണ്ടിയിലാണ് ഞങ്ങൾ മൂന്നാറിലെത്തിയത്. പക്ഷേ ഞങ്ങളുടെ വണ്ടി പന്നയായിരുന്നു. ഞങ്ങൾക്ക് നല്ല വണ്ടിയൊക്കെ ഞങ്ങൾ ബുക്ക് ചെയ്തതാണ്, പക്ഷേ ഞങ്ങൾക്ക് വന്നപ്പോൾ ഒരു പന്ന വണ്ടിയായിരുന്നു വന്നത്. അതുകൊണ്ട് യാത്ര അത്ര സുഖമില്ലായിരുന്നു. അറിയാവുന്ന പോലീസ് 2 ഇടി കൂടുതലെന്ന് പറയുന്നത് അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് ബുക്ക് ചെയ്തതാണ് ഇതിനെല്ലാം കാരണം. പുള്ളിയുടെ വണ്ടി എന്നിട്ട് വേറെ സ്ഥലത്ത് പോയിരിക്കുക എന്ന് പറഞ്ഞിട്ട് പുള്ളി വേറൊരു വണ്ടി തന്നതാണ്. അങ്ങനെ വണ്ടി കൊള്ളത്തില്ല അതായിപ്പോയി. അങ്ങനെ ഇന്നലെ രാത്രി ഞങ്ങളിവിടാണ് താമസിച്ചത്. നല്ല അടിപൊളിയായിരുന്നു, അടിപൊളി സെറ്റപ്പാണ്. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ടീമുകളെല്ലാം ഒരുങ്ങി റെഡിയായി, രാവിലെ ഫ്രഷായി റെഡിയായി നിൽക്കുകയാണ്. ഇനി അടുത്ത ഞങ്ങൾ ജീപ്പ് സവാരിയാണ് പോകുന്നത്. അതാണ് ഞങ്ങൾ വന്ന വണ്ടി. അടിപൊളി വൈബാണ് ഇവിടെ താമസിക്കുന്നത്. ഇതിൻ്റെ നമ്പർ വേണം ഞാൻ കൊടുത്തേക്കാം, ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇവിടെ ഞങ്ങൾ ക്യാമ്പ് ഫയർ നടത്തിയേ കണ്ടോ. നല്ല സീനറിയാണ്, ഇത് ഭംഗിയാന്ന് നോക്കിയാൽ. പ്രകൃതിയുടെ ഒരു വികൃതിയാണ് ഈ കാണുന്നത്, കണ്ടോ. അടിപൊളിയല്ലേ ഇത്, കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കി. നല്ല തട്ടുതട്ടായിട്ടുള്ള ഭൂമി, കോടമഞ്ഞ് കാരണം അധികം ക്ലിയർ അല്ലാത്തത്. പ്രകൃതിയുടെ ഒരു വരദാനമാണിത്, കണ്ടോ. അടിപൊളി സീന. ഒരു വെള്ളച്ചാട്ടമുണ്ട്, പക്ഷെ അതൊന്നും കിട്ടുന്നില്ല. അത് മഞ്ഞ് മൂടി കിടക്കുന്നത് കൊണ്ടോ ക്ലിയർ ആകുന്നില്ല. തട്ടായിട്ടാണ് ഭൂമി നിൽക്കുന്നത്, കണ്ടോ. ഞങ്ങൾ സ്ട്രോബെറി തോട്ടമൊക്കെ കാണുന്നുണ്ട്, അതൊക്കെ കാണിക്കാം. ഇതിൻ്റെ ഒരു സൈഡിൽ മലയാണ്, വലിയൊരു മല. അങ്ങനെ ഞങ്ങൾ ജീപ്പ് സവാരിക്കൊക്കെ പോകാനായിട്ട് എല്ലാവരും റെഡിയായിട്ട് നിൽക്കുന്നു. അപ്പോൾ നമ്മൾ വട്ടവട സ്റ്റേ ചെയ്ത നേച്ചർ കാസ്റ്റ് റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. ഇതൊക്കെയാണ് വട്ടവടയിൽ നിങ്ങൾ സ്റ്റേ ചെയ്ത നേച്ചർ കാസ്റ്റിലെ കാഴ്ചകൾ. അപ്പം ഞങ്ങൾ ജീപ്പ് സവാരിക്കൊക്കെ പോവുകയാണ്. ബാക്കി വീഡിയോ ഒക്കെ അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് ഇനിയും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.